കാസർഗോഡ് ജില്ലയിൽ സർക്കാർ അടച്ചുപൂട്ടിയ ഏകാധ്യാപക വിദ്യാലയങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു. പല കെട്ടിടങ്ങളും കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ കാടുകയറിയ നിലയിലാണ്. സംസ്ഥാനത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങൾക്ക് പൂട്ടുവീണ് 2 വർഷമാകുമ്പോൾ ദുരിതത്തിലായത് ഇവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല, നാട്ടുകാരും പരിസരവാസികളുമാണ്. ഇത്തരം വിദ്യാലയങ്ങൾ ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. അടച്ചുപൂട്ടി വർഷങ്ങൾ കഴിഞ്ഞതോടെ കെട്ടിടങ്ങൾ പലതും കാടുകയറി നാശത്തിന്റെ വക്കിലെത്തി. പല കെട്ടിടങ്ങളിലും ആളനക്കമില്ലാതായതോടെ ഇഴജന്തുക്കളുടെ താവളം കൂടിയാണ്. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളുടെ വാതിലുകളും ജനാലകളും തകർന്ന നിലയിലും കഞ്ഞിപ്പുര അടക്കമുള്ള അനുബന്ധ കെട്ടിടങ്ങളും തകർച്ചാ ഭീഷണിയിലാണ്. കാസർഗോഡ് ജില്ലയിൽ ചേപ്പിനടുക്കം, താഴെക്കൊടിയമ്മ, മൊഗ്രാൽ കൊപ്പളം, ബദറിയ നഗർ എന്നിവിടങ്ങളിലാണ് ഏകാധ്യാപക വിദ്യാലയം പ്രവർത്തിച്ചിരുന്നത്. എൻ്റെ അടുത്താണ് ഈ മൾട്ടി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. കുറേ വർഷങ്ങൾ മുമ്പ് ഞങ്ങൾ തന്നെ പ്രയത്നിച്ചിട്ടും പ്രയത്നപരമായിട്ടാണ് കുമ്പള പഞ്ചായത്തിൻ്റെ അനുവാദത്തോടെ ഞങ്ങളിവിടെ തുടങ്ങിയത്. അടുത്തതൊരു പൂട്ടുന്ന നിലയിലാണ് കാണുന്നത്. ഇപ്പോൾ ഒരു കെട്ടിടം നശിച്ചിട്ട് പോകുന്നുണ്ട്. കുമ്പള പഞ്ചായത്തിൽ ഒരു നല്ലൊരു പുരോഗമനത്തിന് വേണ്ടി ഏതെങ്കിലും നല്ലൊരു ആവശ്യത്തിന് ആ കെട്ടിടം ഉപയോഗിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. പൊതുവിദ്യാഭ്യാസം കൊട്ടിഘോഷിച്ച ഇടത് സർക്കാർ 7ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴാണ് സംസ്ഥാനത്തെ മുഴുവൻ ഏകാധ്യാപക വിദ്യാലയങ്ങളും അടച്ചുപൂട്ടിയത്. അമൃത ന്യൂസ്, കാസർഗോഡ്.